നമ്മൾ തപ്പി വന്ന് കിട്ടിയില്ലെങ്കിലും വേറൊരു കളർ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഇതുവരെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നതിൽ ഇച്ചിരി ലാഭമാണ്. അപ്പോൾ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഹലോ മച്ചാന്മാരെ, അപ്പോൾ ഇറ്റ്സ് മീ ദിൽ ബ്ലോഗ്സ് ഗൈസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, നമ്മുടെ ബോഡി വർക്കിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് കറക്റ്റ് മനസ്സിലായി. എല്ലാവരും നല്ല കമൻറ്റിലൂടെയൊക്കെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മുടെ വർക്കിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞായിരുന്നു. അപ്പം ഗൈസ്, അപ്പം നമ്മൾ അടുത്തത് നമ്മൾ അപ്പോൾസറിയുടെ ഒരു വീഡിയോ ചെയ്യണമല്ലോ. അപ്പം അപ്പോൾസറിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം നമുക്ക്, അതായത് ചേട്ടൻ വാങ്ങാൻ പോയപ്പോഴത്തേനും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അത് കിട്ടാഴ്ച ഡിലേ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കിട്ടിയെങ്കിലേ നമുക്ക് ബാക്കി പരിപാടിയും കാര്യങ്ങളും തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം ഗൈസ്, അപ്പോൾ ഏതായാലും ആ സാധനം തപ്പി നമ്മൾ ഇന്നൊന്ന് ഇറങ്ങാൻ പോവുകയാണ്. വലിയ സംഭവമൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ കിട്ടുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ മിഥുൻ, എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട് നമ്മുടെ മിഥുൻ വരുന്നുണ്ട്. അപ്പോൾ അവനുമായിട്ടാണ് നമ്മൾ സാധനം വാങ്ങാൻ പോകുന്നത്. അപ്പോൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നേരെ അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി നമ്മുടെ മനോജാൻ്റെ അടുത്ത് പോകണം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് മൊത്തത്തിലുള്ള എന്താ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ച് ഞാൻ പറഞ്ഞു ഞാൻ തരാം കേട്ടല്ലോ. അപ്പം നിങ്ങൾ ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോ വേണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതേ പോകാനാണോ എന്ന് എന്നാൽ പിന്നെ അതേ പോയേക്കാം. ഓ ഗൈസ്, ഗൈസ് ആണ്ട് ഇവിടെ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നേക്ക് നമുക്ക് മറ്റേ നിയോൺ ലൈറ്റ് വാങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനശ്ശേരിയിലൊന്നും മറ്റേ പിങ്ക് നിയോൺ ലൈറ്റ് എങ്ങും കിട്ടിയൊന്നുമില്ലായിരുന്നു. അപ്പം പിന്നെ ആ പിങ്ക് കളറിലെ ലൈറ്റ് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ വന്നത്. സാധാ ഉള്ളൂ കേട്ടോ. വേറെ എവിടെ കാണും? എല്ലാം അറിയോ? വേറെ എവിടെ കാണും? ചാനശ്ശേരി ഇല്ല, ചാനശ്ശേരിയിൽ എങ്ങും ഇല്ല ഗൈസ്, ഇവിടെ ഇല്ല. ഏതാ നീ ഇവൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? മിക്സഡോ? ഏശാരി ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മൾ സിറ്റി എന്ന് പറയുന്ന നമ്മുടെ തിരുവല്ല വെല്ലിയമ്പലത്തിൻ്റെ അടുത്തുള്ള കടയിലാണ് വന്നത് കേട്ടോ. ഞാൻ ചോദിച്ചത്. അപ്പോൾ ഗൈസ്, നമ്മളപ്പം പിങ്കാണ് നമ്മൾ നോക്കി വന്നത് കേട്ടോ. അപ്പോൾ ചാനാശ്ശേരിയിൽ എങ്ങും പിങ്ക് കിട്ടാനില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തിരുവല്ല ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെയും പിങ്ക് ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് വേറെ കളറും കാര്യങ്ങളും ചോദിക്കാം. പിന്നെ റേറ്റ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. പല കളറും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? അതിൻ്റെ തന്നെ നിയോൺ വരുന്നില്ലല്ലേ? നിയോൺ അല്ലേ, സ്ട്രിപ്പ് ലൈറ്റ് ആണോ അത്? ഇത് ബ്ലൂ ആട്ടോ, നമുക്ക് പിങ്ക് കളറാണ് വേണ്ടത്. ഇതെങ്ങനെ ഏട്ടാ ഇതിൻ്റെ മീറ്ററിന്? ഇത് മൊത്തത്തിൽ എത്ര? 5 മീറ്റർ ഉണ്ടോ ഇത്? ഇത് നമുക്ക് വണ്ടിയെ വെക്കുന്ന ടൈപ്പ് അല്ലേ? ഇത് വണ്ടിയെ വെക്കാനൊക്കെ 225 പുള്ളിയെ ഒന്ന് വിളിച്ച് പോയി. നമ്മൾ പിങ്ക് നമുക്ക് ഇവിടെ എങ്ങും കിട്ടാനില്ല കേട്ടോ. അപ്പം ബ്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൂ ഞങ്ങൾ ചാനാശ്ശേരി എല്ലാം തപ്പി, അവിടെ ഒരു തിങ്കളാഴ്ച തന്നെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവല്ല തപ്പി ഇറക്കി. ഓക്കെ. പക്ഷെ അത് നിയോൺ കിട്ടത്തില്ല. നിയോൺ ഉണ്ടെങ്കിൽ രസം. അതാ. അപ്പോൾ LED ആകുമ്പോൾ ലൈറ്റിൻ്റെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തിട്ട് അറിയാം. ഇതാകുമ്പോൾ കുഴപ്പമില്ല, ഒറ്റതായിട്ട് അതെടുത്തോട്ടെ. അപ്പോൾ ഇനി പിങ്ക് തപ്പി ഇനി അടുത്ത കടയിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ തിരുവല്ലയില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെടുത്ത കട. സിറ്റി ഇലക്ട്രോണിക്സ് ആണ്. തിരുവല്ല വെല്ലിയമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ വരുമ്പോഴത്തേന് ഇതുപോലെ ഇവിടെ ഒരു ആൽത്തറയുണ്ട് ഗൈസ്. ആൽത്തറയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് ഈ പൊക്കത്ത് കാണുന്നതാണ് കേട്ടോ. പാർക്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിലയ്ക്ക് കിട്ടും എന്നാണ് ഇപ്പോൾ എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. ഞങ്ങൾ അടുത്ത കടയിൽ വന്നു കേട്ടോ. ഇവിടെ പിങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ മൈക്ക് കത്തിയല്ലേ ഇരിക്കുന്നത്? മൈക്ക് അയ്യോ അതേ ഉള്ളല്ലേ? ഇവിടെ ഇല്ല ഗൈസ്, പിങ്ക് ഇല്ല ഗൈസ്. അടുത്ത കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ ഇല്ല, എങ്ങും ഇല്ല. പിങ്ക് എങ്ങും കിട്ടുന്നില്ല ഗൈസ്. പിങ്ക് മാത്രം കിട്ടാനില്ല, ബാക്കി എല്ലാ കളറും ഉണ്ട്. ഇനിയിപ്പം തിരുവല്ലായിലുള്ള മിക്ക കടയിൽ നമ്മൾ കയറി.
ഇനിയിപ്പോൾ എവിടെ കാണുമെന്നുള്ള കറക്റ്റ് അറിയത്തില്ല കേട്ടോ. മഞ്ഞ കട്ട മൊത്തം ബ്ലാക്കിലാണ് വരുന്നത്. ബ്ലൂവും മഞ്ഞയല്ലേ? റെഡും മഞ്ഞയായിരുന്നു കളിച്ചാൻ. ബ്ലൂ അങ്ങ് വെച്ച് റെഡിന് വെട്ടക്കുറവല്ലേ? നമുക്ക് ഓട്ടം കൊടുക്കണം, അപ്പോൾ നമുക്ക് വെട്ടം നല്ല വെട്ടം കിട്ടുമോ? 12 വോൾട്ട് അല്ലേ? ഓട്ടം കൊടുക്കാൻ പറ്റും, അപ്പോൾ നല്ല വെട്ടം കിട്ടുമോ? ആ ബാക്കി നല്ല വെട്ടം അതിന് പച്ചവെള്ളം ഉണ്ടല്ലോ. പച്ച കത്തിച്ചാൽ ആ അത് നോക്കിച്ച് ഇത് മറ്റേ കട്ട് ചെയ്യാൻ പറ്റുന്നതാണോ? എല്ലാം കട്ട് ചെയ്യാൻ പറ്റും. ഈ വരാണ്ട് ബ്ലാക്ക് വരാണ്ട് പച്ചയ്ക്കും വട്ടമുണ്ട്. രണ്ടിനും വെട്ടം. ഇത് നമുക്ക് പിന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നല്ലോ, സോൾഡർ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് സോൾഡർ ചെയ്യാൻ ഇടാൻ പറ്റില്ല. ഇതും പെട്ടെന്ന് പച്ചയും ബ്ലൂ എടുക്കുന്നു. പിങ്ക് കളറായിട്ടൊന്നുമില്ല. പിങ്കില്ല. വെള്ളക്കട്ടയല്ല, ബ്ലാക്ക് കട്ടയാ. ബ്ലാക്ക് കട്ടയാ. അപ്പോൾ നമുക്ക് പച്ച മേടിക്കാം. ഇല്ലെങ്കിൽ മഞ്ഞ മേടിക്കാം. മഞ്ഞയായിരിക്കും എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടു. മഞ്ഞ മേടിക്കാം. പക്ഷെ മഞ്ഞ മഞ്ഞ നീറ്റേ കുഴപ്പമില്ല, പച്ച നീറ്റേ കുഴപ്പമില്ല. ഇതിന് കളറില്ലാത്തതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. നമുക്കിതാണ് എടുക്കാമല്ലോ. ഞാൻ പുള്ളിയെ വിളിക്കും. ഇങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പരിപാടികളാണ്. അയച്ചു മാറ്റി. അതെ ഞാനത് വെട്ടിയപ്പോൾ ഇതിനൊരു ശകലം കൂടെ ഇപ്പം ഇറക്കം വരും. എന്നാലേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പം കഴിച്ചാൽ ഇതാണ് നമ്മുടെ സ്പീക്കർ വെക്കുന്ന ഫ്ലൈവുഡിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ്. അപ്പം അന്ന് മനോണം പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഡോറ് തുറന്ന് സാധനം കയറ്റുമ്പം തട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ ഡോറുകൾ തുറന്ന് അതനുസരിച്ചുള്ള സാധനം കാര്യങ്ങളൊക്കെ തട്ടും. നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്തത് കയറ്റി വേണം. ഇപ്പം ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഇതുണ്ട്. അപ്പം കറക്റ്റ് സ്പീക്കർ ഈ ഒരു സെൻട്രലായിട്ട് ഇങ്ങനെ വരും. ഇപ്പോൾ 6 ഇഞ്ചിൻ്റെ സ്പീക്കറായ കാരണം നമുക്കിവിടെ ആ സൈഡിലുമായിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. ഇപ്പം ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയാൽ. അപ്പോൾ 4 ഇഞ്ചിൻ്റെ സ്പീക്കർ നമുക്ക് ഇതേലാണ് വരുന്നത്, ഈ ഒരു ബോക്സേ വരും. പിന്നെ ഇപ്പം ബാക്കി റെക്സിൻ്റെ ഉള്ള പരിപാടിയും കാര്യങ്ങളുമാണ്, പിന്നെ ലൈറ്റിൻ്റെ സെറ്റപ്പും കൂടാണ് ഇനി ബാക്കി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നാട്ടെ നമ്മൾ ലൈറ്റെല്ലാം വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ മനോജേൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മനോജേട്ടൻ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വിഷ്വലൊന്നും കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി നടക്കട്ടെ. നമുക്കൊരു ലാസ്റ്റ് ഒരു ഫൈനൽ ഒരു ഇത് കാണാൻ വേണ്ടി. അപ്പോൾ സ്റ്റേജ് 1 അപ്പോൾസറിയുടെ പരിപാടിക്ക് വേണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഇപ്പം നമ്മൾ തപ്പിപ്പിടിച്ച് ഇറങ്ങിയത്. അപ്പോൾ ഗൈസ് വേറെ ഒന്നുമല്ല, അപ്പോൾ നമ്മുടെ ലൈറ്റ്, അതായത് നമ്മൾ ആദ്യമേ നമ്മൾ വണ്ടിയിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച ലൈറ്റ്, നമ്മൾ ഉദ്ദേശിച്ച ലൈറ്റ് മാത്രം ഗൈസ് എങ്ങും കടയിൽ കിട്ടാനില്ല. എല്ലായിടത്തും പോയി എല്ലായിടത്തും കയറി ഇറങ്ങി നോക്കും, നമ്മുടെ ലൈറ്റ് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ മലയാളം വിളിച്ച് പറഞ്ഞിടാ ലൈറ്റ് കിട്ടിയെങ്കിലേ ബാക്കി പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ എല്ലായിടത്തും താമസമാണ് പറയുന്നത്. ചിലപ്പോൾ 4-5 ദിവസം താമസം വരുത്തിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനും നമ്മുടെ മിഥുനും ഇപ്പം ബസ്സിലെ കിളിയാണ്. അപ്പം ഇവന് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ എവിടെ കിട്ടുമെന്നൊക്കെ ഇവന് നല്ലോണം അറിയാം. അപ്പോൾ അങ്ങനെ ഇവനെയും കൂട്ടിക്കൊണ്ട് നമ്മളങ്ങനെ ചങ്ങനാശ്ശേരിയിലൊന്നും കിട്ടാത്ത ഐറ്റം തപ്പി തിരുവല്ലയിൽ ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് നല്ലൊരു കടയിലാണ്. എന്നാണ് പേര്? സിറ്റിയാണോ? സിറ്റി. സിറ്റി ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുന്ന അമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ച് തിരുവല്ല വലിയമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേന് ഒരാലുണ്ട്. ആലിൻ്റെ അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു അമ്പലമായിരുന്നു. പക്ഷേ ഒരു കടയായിരുന്നു.
അപ്പോൾ അവിടെ പോയി നമുക്ക് സാധനം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നല്ല വിലക്കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇവിടെ കിട്ടുന്നേക്കാളിലൊക്കെ ഒത്തിരി വിലക്കുറവ്. അതായത് 300 ചില്ലുവാനം രൂപ പറഞ്ഞ പിന്നെ നിയോൺ ലൈറ്റ് ആണ് ഗൈസ് നമുക്ക് അവിടെ 225 രൂപ കിട്ടിയത്. പിങ്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് പക്കാ ലാഭമായിരുന്നു. അപ്പോൾ പിങ്ക് ഇല്ലാഞ്ഞ കാരണം ഞങ്ങൾ എടുത്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ബ്ലൂ എടുത്തു. അപ്പം ബാക്കി പിന്നെ കിട്ടാതെ വന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് തപ്പി ഇറങ്ങി. തിരുവല്ലയിൽ മൊത്തത്തിൽ കിട്ടുന്ന അത് നമ്മുടെ ഓട്ടോക്കാർ ചേട്ടന്മാരാണ് ചോദിച്ചത്. പക്ഷേ അവർക്കറിയാമല്ലോ ഇത് എവിടെ കിട്ടുമെന്നുള്ള അവരുടെ വണ്ടി പെടുന്നത് അറിയാം. അപ്പോൾ നമ്മൾ നേരെ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് നമ്മുടെ ഓട്ടോക്കാർ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കടകളിലൊക്കെ നമ്മൾ കയറി ചെന്ന് അങ്ങനെ വേറൊരു കടയിൽ നിന്നും വേറൊരു ഐറ്റം കളറോടെ കിട്ടി. അപ്പോൾ അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് കൊണ്ട് കൊടുത്തിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ആവശ്യമാണല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ ഡിലേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കൊടുത്തു, പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയത് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ചായ കുടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ സ്റ്റേജ് 2 അപ്പോൾസറി വർക്ക് സ്റ്റേജ് 2 ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയും കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫൈനൽ മൊത്തം കഴിഞ്ഞ് ഇറക്കി കഴിയുമ്പോഴത്തേന് വൻ പരിപാടിയായിട്ടാണ് ഗൈസ് നമ്മൾ വണ്ടി ഇറക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.